എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത് ഇന്ന്. സഫ എന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. സഫ കുറെ എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കിൽ കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്ക് കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തോണ്ടിരിക്കുകയാണ്. കാരണം അവള് കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ആദ്യം തന്നെ ബിലേറ്റഡ് ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവരും വാലന്റൈൻസ് ഡേക്ക് അടിച്ചു പൊളിച്ചു എന്നുള്ളത് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ പോലുള്ള സിഗ്മകൾക്ക് അതൊരു നോർമൽ ഡേ പോലെ തന്നെയായിരുന്നു നമ്മളെല്ലാവരും തള്ളി നിൽക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളാരും വിഷമിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മളടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ കമ്മിറ്റഡ് ആവുന്നതായിരിക്കും. എന്നാണെങ്കിലും പല ആളുകൾക്കും അടിപൊളിയായിരുന്നെങ്കിലും ഒട്ടും അടിപൊളി അല്ലാതിരുന്നൊരു ഡേ ആയിരുന്നു മെഹനാസിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കും മെഹനു ചാനൽ അറിയുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഇവരെ കണ്ടു തുടങ്ങുന്നത് മുൻപ് റിഫ എന്ന് പറയുന്ന ഇയാളുടെ ആദ്യ ഭാര്യ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുന്ന ഒരു ടൈമിലാണ്. കാര്യം ആ സ്വന്തം ഭാര്യ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ടൈമിൽ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടുകൊണ്ട് എല്ലാവരെയും അറിയിക്കാനെ കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു മഹാമനസ്കത ആരും കാണാതെ പോകരുത്. കാര്യം അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷം റീസെൻ്റ് ആയിട്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിനുശേഷം രണ്ടാമതൊരു ആളെ വിവാഹം കഴിച്ചിരുന്നു. സഫ എന്നാണ് പേര്. ആ സഫ എന്ന് പറയുന്ന ലേഡി ഒളിച്ചോടി പോയിരിക്കുകയാണ്. ഒളിച്ചോടി പോയിരിക്കുന്ന മറ്റാരുടെ ഒപ്പമല്ല, ഫസ്മിന സക്കീറിന്റെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലൂമ്പിയുടെ ഒപ്പമാണ് ഒളിച്ചോടി പോയെന്നുള്ളതാണ് സ്റ്റോറി ഇട്ടേക്കുന്നത്. അപ്പം ഇത് ഉടായിപ്പാണെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഫസ്മിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെന്തോ തിരക്കിലെന്തോ ആയിരുന്നു. എന്താണെങ്കിലും ആദ്യം തന്നെ മെഹനാസ് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി നമുക്കൊന്ന് കാണാം. എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത് ഇന്ന്. മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ്. ഫുൾ ഡീറ്റെയിൽസ് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. യൂട്യൂബിൽ തന്നെ വന്ന് സംസാരിക്കണം, എങ്കിലല്ലേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തോ റവന്യൂ കിട്ടാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ ഇടണം. ആ മഹാമനസ്കതയെ അവന് കാണാതെ പോകരുത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നിടെ 1 വർഷം മുന്നേ ഇതേ വ്യക്തി തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. വി ആർ സെപ്പറേറ്റഡ്, നോ മോർ ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞുകൊണ്ട് മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു 1 വർഷം മുന്നേ. അന്ന് അതൊരു വിവാദമായിരുന്നു. അതിനുശേഷം ഇവർ തന്നെ വന്ന് പറയുന്നുണ്ടായി അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ള രീതി ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അന്നത് എന്തായിരുന്നു ആ സംഭവം? എന്നിട്ട് ഇപ്പോൾ വന്നിടുകയാണ് ഭാര്യ ഒളിച്ചോടി പോയി എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു വന്ന സാധനമായിട്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. എന്നാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ലല്ലൂമ്പിനെ വെച്ചുകൊണ്ട് മറ്റൊരു സാധനങ്ങൾ ഇടുന്നത് നമുക്ക് അതുകൂടെ കാണാം. എത്ര കാലോടെ നീ ഇങ്ങനെക്കാൾ പറഞ്ഞിട്ട് പോലെ ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും 8ന്റെ പണി കിട്ടും കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ. വിത്ത് എവിഡൻസ് കാണുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും മേനു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇവൻ്റെ ഒക്കെ ആര് പെട്ടുപോയാലും നല്ല പെടലായിരിക്കും പെടുന്നത്. ആരും വലയിൽ വീഴാണ്ടിരിക്കുക. കാരണം മാക്സിമം ഇവൻ്റെ മുതലെടുപ്പാണ്. ഇവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര ഒരു വിഷുവായി കിടക്കുന്ന ഒരു കാര്യം കൂടെ ഇവൻ തലയിൽ ഏറ്റി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ പെൺപിള്ളേരുടെ ജീവിതം തകർക്കലാണ് ഇവൻ്റെ പണി. ഇതിനെ പറ്റിയിട്ട് ഫസ്മിന തന്നെ, അതായത് ലല്ലൂമ്പി മുൻ ഭർത്താവായിരുന്നത് ഫസ്മിന സക്കീറിൻ്റെ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഫസ്മിന എന്തോരം വീഡിയോസ് റീസെൻ്റ് ആയിട്ട് ഫസ്മിന പല വീഡിയോസും ലല്ലൂമ്പിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്മിന ഉള്ളപ്പോൾ തന്നെ മിസ്രിയ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഒപ്പം ഇവൻ പിന്നീട് പോവുകയും അതിനുശേഷം ആ ഒരു ലേഡീനെയും ഇത്തരത്തിൽ ഇതുപോലെ പൈസ പറ്റിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പറയുന്ന ലല്ലുവിനെ പറ്റിയിട്ട് ഓൾറെഡി ഫസ്മിന തന്നെ എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും സഫ എന്ന് പറയുന്ന ഒരു ലേഡി ഇവൻ്റെ ഒപ്പം പോയി എന്നൊക്കെ ആലോചിക്കുമ്പോൾ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ എത്തപ്പെട്ടേക്കുന്നത്. ഇനി അവൻ കാരണം തൊലഞ്ഞു പോകാൻ വേറെ ആരും ഇല്ല. ഇനി എന്താണെങ്കിൽ ഫസ്മിന ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി കൂടെ ഇങ്ങോട്ട് വെക്കാം. അപ്പൊ എനിക്ക് കുറെ പേര് മെഹനാസിന്റെ സ്റ്റോറി അയച്ചു തന്നായിരുന്നു. സ്റ്റോറി അയച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി സഫേന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. സഫ കുറെ എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കിൽ കൂടെ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്കതൊന്നും പറയാനില്ല. എനിക്കത് പണ്ടോട്ടെ ശീലം. അതിനല്ല എനിക്ക് വിഷമം. മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞു കുറെ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. പോട്ടെ, അല്ലേ സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവര് കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. കിട്ടുന്നതെല്ലാം ഓക്കെയാണ്. സോ നിങ്ങൾ സൂക്ഷിക്കുക. ആൻഡ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും വിത്ത് പ്രൂഫ്. ഇത് കഴിഞ്ഞിട്ട് ഫസ്മിന വേറൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മെഹനാസ് റീമെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനകത്ത് ഫസ്മിന് എടുത്തിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ഐ തിങ്ക് ഐ ഷുഡ് സ്പീക്ക് അബൌട്ട് ദിസ്. ഐ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് ഫ്രം സഫ. എന്തായാലും ഷി വാസ് മൈ ഫ്രണ്ട് ആൻഡ് ഷീ വെൻ വിത്ത് ഷിബിലി നോയിങ് എവറിത്തിങ് ഫീലിംഗ് സാഡ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഫസ്മിൻ ഇവനെ പറ്റിയിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സാധനങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മറ്റൊരു പെൺകുട്ടിക്കും ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, പ്രശ്നം ഉണ്ടാകരുതെന്നുള്ള വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പം ഇവൻ ഈ പറയുന്ന പല ആൾക്കാരുടെയും വീഡിയോ പോലും ഷൂട്ട് ചെയ്ത് വെച്ച് അവർ തമ്മിൽ ഫിസിക്കലി ഇതാവുന്നതിൻ്റെ വീഡിയോ പോലും ഷൂട്ട് ചെയ്ത് വെച്ച് അങ്ങനെ പലരുടെയും വീഡിയോസ് വരെ ഇവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ ഫസ്മിന് പറഞ്ഞിട്ടുള്ളതാണ്. അത് കണ്ടിട്ടും സഫ അങ്ങനെ ഒരാളുടെ, അല്ലെങ്കിൽ ഇപ്പം സഫ ഇപ്പം ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളപ്പോൾ തീർച്ചയായിട്ടും അവിടെ പിരിയുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ. അതിനുശേഷം പോയേക്കുന്നത് കറക്റ്റ് ഒരാളുടെ ഒപ്പമാണ് എന്നാണെങ്കിൽ അതിനുശേഷം ഒരാൾ ഫസ്മിനേക്ക് അയച്ചേക്കുന്ന മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാര്യം ഇത് പലർക്കും തോന്നുന്നു ഇത് ഇനി ഒരു വർഷം മുന്നേ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഈ മെഹനാസ് ഇറക്കിയതുണ്ട്, ഇതിനി അടുത്ത റീച്ചിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണോ എന്നുള്ളൊരു ഡൗട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. ഇന്നലെ ലല്ലുവിൻ്റെ ലൈവിൽ മെഹനാസിൻ്റെ ബേബി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തു. ഞാൻ മെഹനാസിൻ്റെ ബേബി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ലൈവ് മ്യൂട്ടാക്കി. സഫ എന്തോ വഴക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. ബേബി എടുത്തുകൊണ്ട് പോയി സഫ. പിന്നെ ലൈവ് കട്ട് ചെയ്തു. 2 മിനിറ്റ് എന്തോ ലൈവ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ പറ്റിയിട്ട് നമ്മുടെ കാദർ കരിപ്പൊടി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് പറയുന്നവരോട് ഇങ്ങോട്ട് വെക്കാം. എനിക്ക് ഇവർ രണ്ടുപേരുമായി ബന്ധപ്പെട്ടിട്ട് ചില സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് പറയുന്നത് ഇവരെപ്പോഴും വഴക്കാം. ഇപ്പം ഇവന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ലഹരി ഇവന് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല ഇവർ തമ്മിൽ പല രീതിയിലുള്ള തർക്കങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടും അതൊക്കെ നേരത്തെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്കും. മാത്രമല്ല ഇവൻ്റെ ഈ ഭാര്യ ഈ സഫ എന്ന് പറയുന്നവരുടെ 2ാമത്തെ കല്യാണമായിരുന്നു മെഹനാസിനെ കെട്ടിയത്. 2ാമത്തെ കല്യാണം. നേരത്തെ ഒരു എറണാകുളത്തുള്ളൊരു പയ്യനെയാണ് ഈ സഫ കല്യാണം കഴിച്ചത്. അപ്പോൾ അവൾ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഇവരെ കെട്ടിയത്. അത് മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കുമ്പോഴും ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല, നമ്മുടെ വിഷയം അതുമല്ല. അപ്പം അന്ന് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഇവർ വേർപിരിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അന്ന് എത്ര പേരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് പറഞ്ഞത് അവർ വേർപിരിയുന്നൊന്നുമില്ലല്ലോ, അതരെ ആക്ച്വലി നിന്നെ പറ്റിച്ചതാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്നാൽ അതല്ല, കർമ്മ എന്ന് പറയുന്നൊരു ഫാക്റ്റ്, ഒരു സത്യമുണ്ട്. സത്യം എന്നും തെളിയും. അന്ന് ഇവരൊക്കെ ചാനലിൽ പറഞ്ഞ് ഞാൻ കളവ് പ്രചരിപ്പിക്കുന്നു എന്നാണ്. ഇന്ന് സത്യം മെഹനാസ് തന്നെ അവൻ്റെ സ്റ്റോറിയിൽ ഇട്ടിരിക്കുക. ഇനി നാളെ ഇവൻ വന്നിട്ട് പറയുമോ ഇത് ഞാൻ കാദറിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് പറയുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. മാത്രം കാര്യം എന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ ഇവർ സെപ്പറേറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ട് അത് വലിയ വിവാദമൊക്കെ ആയി, കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഇവർ തന്നെ വന്നു വരുന്ന അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് നമ്പാൻ പറ്റൂല മെഹനാസിനെ. ആ ഒരു സീൻ വെച്ചിട്ടാണ് പുള്ളി ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. കാര്യം പിന്നീട് വന്ന് പറയും ഇതൊക്കെ ഉടായിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന മെഹനാസ് എന്ന് പറയും. അപ്പോഴാലോചിച്ച് നോക്കണം, യൂട്യൂബിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. ഇതിന് ശേഷം 2-3 സ്റ്റോറീസും മെഹനാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എവരി വൺ ചേഞ്ചസ് വെൻ ദേ മീറ്റ് അതർ പീപ്പിൾ ബെറ്റർ ദാൻ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഈ പറയുന്ന സഫ എന്ന് പറയുന്ന ലേഡി മുൻപൊരു വിവാഹം കഴിച്ചിരുന്നു. സഫ എന്ന് പറയുന്ന ലേഡിയുടെ 2ാം വിവാഹമായിരുന്നു, മെഹനാസിൻ്റെ 2ാം വിവാഹമായിരുന്നു. അവരങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ആ ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു ടൈമിൽ മുൻപ് ഒരു Q&Aയിൽ ഈ സഫ മെഹനാസിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഞാനെടുക്കാൻ ആലോചിക്കലുണ്ട് എന്താക്കിയിട്ട് വേണം ഇത്ര ഇത്. കാരണം ഇപ്പൊ നിങ്ങളെല്ലാവരും വേണം പറഞ്ഞിട്ട് അവനെ കണ്ടാലറിയും ഫ്രോഡ് മറ്റത് മറിച്ചത്. നിങ്ങളില്ലേ വേനായിട്ട് അടുത്തറിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതാവുന്നു. വേന ചൂടാവും, എന്തെങ്കിലും മീൻസ് വേന ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ വേന ദേഷ്യപ്പെടും. അത് എല്ലാ ഹസ്ബൻഡും അങ്ങനെ തന്നെ ആയിരിക്കും. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ വന്നിട്ട് വേണം എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. എനിക്കപ്പോൾ നല്ല വിഷമമുള്ളതുണ്ട്. കാരണം ഇങ്ങനെ കമൻസ് വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട് പഠിച്ചവൻ എന്താക്കിയിട്ട് മേനത്തിന് അനുഭവിക്കുന്നത് ഉള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കണ്ണിൽ കാണൂല്ലേ, അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അവരെന്തോരം വിഷമിക്കുന്നുണ്ട്. എനിക്ക് മേനൊന്നും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം എന്ന് പറയാനില്ലേ, അതിപ്പോ ആ ഷോപ്പിലില്ലെങ്കിൽ എത്ര രാത്രി ആയാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും. അപ്പൊ രാത്രി എനിക്ക് ഇങ്ങനെ ഐസ്ക്രീമില്ല ഇഷ്ടമാണ്. അപ്പൊ രാത്രി ഇപ്പൊ ഐസ്ക്രീം ചിലപ്പോ 1 മണിയൊക്കെ ആകുമ്പോ 12 മണിയൊക്കെ ആകുമ്പോ ചിലപ്പോ ഷോപ്പ് അടിച്ചിട്ടാവും. എന്നാലും എവിടെയെങ്കിലൊക്കെ തപ്പി പിടിച്ചിട്ട് ആ ഷോപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് എനിക്കത് വാങ്ങിച്ചു തരും. അപ്പൊ ഞാൻ ഇങ്ങനെയായിരുന്നു, പാവമാണ്
എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു. അന്ന് മെഹനാസിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു സഫ ഇത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി പിന്നീട് ഈ പറയുന്ന മെഹനാസിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ഒപ്പം ഒളിച്ചോടിപ്പോയി. അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതും ലല്ലൂമ്പിയുടെ കൂടെ അത് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. കാര്യം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആളുകളെയാണോ ഇഷ്ടം? എന്നാലും ലല്ലൂമ്പി കിടിലവിടാം, നീ കിടിലം. എന്നിട്ട് ഇവനെ കുറിച്ചിട്ട് മെഹനാസ് 2-3 സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അവനൊരു ഫ്രോഡല്ലേ, വീഡിയോ ചെയ്തതിന് റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 സാധനം. എന്നിട്ട് ഇവൻ്റെ ഒരു മറ്റൊരാൾ പറഞ്ഞിരിക്കുന്ന ചാറ്റോട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നോട് പറഞ്ഞത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞ് സാഡ് മെസ്സേജസ് ആയിരുന്നു ഫുൾ. അപ്പോൾ ഞാൻ ചോദിച്ചു ഫസി ഇവിടെ ഓൾ അറിഞ്ഞ സീൻ ആവൂലേ എന്ന്. അത് ചോദിച്ചപ്പോൾ ഉണ്ട്, ഓൻ്റെ നമ്പർ എനിക്ക് ഷെയർ ആക്കി, എന്നിട്ട് കോൾ ആക്കാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഓൻ നമ്പർ തന്നപ്പോൾ എനിക്ക് ഫേക്ക് ആണെന്ന് തോന്നി. എനിക്ക് ഓൻ്റെ ക്യാരക്ടർ അറിയില്ലല്ലോ ഫസ്റ്റ്, പിന്നെ എന്താ കാര്യം എന്ന് അറിയാമല്ലോ വിചാരിച്ച് മെസ്സേജ് ആക്കി ഞാൻ. എന്നിട്ട് എല്ലാവരെയും മുന്നിൽ ഓൻ നല്ലോണം ആയിട്ട് ഫസീനെ കുറ്റപ്പെടുത്തുക, ഓൻ്റെ മെയിൻ പരിപാടീസ്. പിന്നെ ഞാൻ ഫ്രണ്ട്സായിട്ട് പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിക്ക് പോയപ്പോൾ ഓൻ എനിക്ക് വിളിച്ച് കാണണം പറഞ്ഞിട്ട് ഞാൻ വരാൻ പറഞ്ഞു. ഓൻ എന്നെ കാണാൻ വന്നു അന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് അന്നെ ഇഷ്ടമായി, ഈയെ ഇന്ന് പോണ്ട, വളാഞ്ചേരി വാ, എൻ്റെ ഫ്ലാറ്റിക്ക് പോകാം എന്നൊക്കെ. ഞാൻ വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല പറഞ്ഞു പോയി. പിന്നെ ഡെയിലി നൈറ്റ് ആയ ഓൻ്റെ കോൾ വരും. ഇപ്പോൾ എനിക്കാണെങ്കിൽ കാണണം, മിസ് ചെയ്യുന്നുണ്ട്, കണ്ടേ പറ്റൂ എന്നൊക്കെ പറയും. എന്നിട്ട് കരയും, സമ്മതിക്കില്ല എന്ന് ഓൻ ഉറപ്പായ തെറ്റിപ്പോകും. ഇടയ്ക്ക് വന്ന് ക്യാഷ് ചോദിക്കും. ക്യാഷ് ചോദിക്കുന്ന ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഹലോ, ഇവൻ എൻ്റെ അയൽവാസി അയ്യേ ഇവൻ്റെ കൂടെ ആരെങ്കിലും പോകോ, വേഗം പോയി രക്ഷിക്കവളെ, ഫുൾ സെക്സിയാണ് ഇവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവനെ പറ്റിയിട്ട് ഫസ്മിന് തന്നെ റീസെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോക്കകത്തൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, അതുകൂടെ കേൾക്കാം. പല സ്ത്രീകളായിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ, കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ, കൊച്ചുകുട്ടികൾ, ഇവരെല്ലാവരുമായിട്ടും ഈ നാറിക്ക് പല ടൈപ്പിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ പിടിച്ചുകൊണ്ടാണ് നമ്മൾ വേർപിരിഞ്ഞത് എന്ന് നീ മനസ്സിലാക്കണം. കേട്ടോടാ നാറി, വൃത്തിയായിട്ട ചെറ്റേ എന്ന്. അപ്പോൾ സെബിലിൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെബിലിൻ്റെ ഫോണിൽ ഇഷ്ടംപോലെ വേറെ പെമ്പിള്ളേരായിട്ടുള്ള സെക്ഷൽ വീഡിയോസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ഫോണ് എന്തോ ഭാഗ്യത്തിന് പോയോണ്ട് ഇനി അത് കിട്ടത്തില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദയവ് ചെയ്ത് സെബിലിൻ്റെ കൂടെ പോകുന്ന പെമ്പിള്ളേരുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക. ഇത് ഓക്കെ, ഞാൻ പ്രിക്കോഷനായിട്ട് പറഞ്ഞെന്നുള്ളൂ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഇവൻ ഈ കുട്ടിയോട് പറയുകയാണ് അവൻ്റെ ഫ്രണ്ടായിട്ട് അവൻ സെക്ഷലി പോയി ഇവളെ ആലോചിച്ചിട്ടെന്ന്. അതായത് ഗേൾ ഫ്രണ്ടിനെ ആലോചിച്ചിട്ട് വേറെ ആളുടെ കൂടെ സെക്സ് ചെയ്തു. ഇത്രയും കഴപ്പം മൂത്തൊരു വ്യക്തി കേരളത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഇത്രയും കഴപ്പം മൂത്തൊരു വ്യക്തി കേരളത്തിൽ വേറെ ഉണ്ടാവത്തില്ല. ഇതിനെ വെല്ലുവിളിക്കാൻ ഒരു യുവാവ് എനിക്ക് തോന്നില്ല പറ്റുമെന്ന്. കാരണം അത്രയും തന്തയില്ലായ്മ തരം എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ കുറഞ്ഞു, അത് മാന്യമായി പോകും. ഇത്രയൊക്കെ അറിയുന്ന ഫസ്മിനോടൊക്കെ അടുത്തൊരു സുഹൃത്താണ് ഇതുപോലെ സഫ, ഇതെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് അവൻ്റെ കൂടെ തന്നെ പോയി എന്നുള്ളത്, ഇപ്പം അങ്ങനെ പോയേക്കുന്നൊരു വ്യക്തി അത് ഇങ്ങനെ ഇത് ഫസ്മിനെ ഉള്ളപ്പോൾ തന്നെ മിസ്രിയ എന്ന് പറയുന്ന ഒരു ലേഡിയോടൊപ്പം പോവുകയും പിന്നീട് മിസ്രിയ ഇടാൻ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിച്ചിട്ടുണ്ട്, മറ്റൊരു ലേഡിയാണ്. അപ്പം അവരോടൊപ്പം ഇവൻ ഇതുപോലെ മറ്റൊരു ബന്ധത്തിലോട്ട് പോയിട്ട് ശേഷം മിസ്രിയനെ ഇതുപോലെ അവൻ ലല്ലൂമ്പി ഇമ്പിച്ച് വിട്ടേക്കുന്ന കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, പൈസയൊക്കെ ഊറ്റിയിട്ടുള്ള കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ തന്നെ. ഇനി സഫ ഇവൻ്റെ ഒപ്പം പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി നാളെ ഈ പറയുന്ന സഫേനെ ഇതുപോലെ ഇവൻ ഊറ്റി എടുത്തിട്ട് പൈസ എല്ലാം വാങ്ങിച്ചിട്ട് ഇനി അടുത്ത ഒരാളുടെ ഒപ്പം ഇവൻ പോകും. ഇവൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരാളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനെ കൊണ്ട് അവന് പറ്റുന്നൊരുത്തനല്ല, ഇങ്ങനെ പോകുന്നൊരുത്തനാണെന്ന് മുമ്പ് ഫസിയുടെ ഒപ്പമുള്ള ഒരു Q&Aയിൽ തന്നെ അവൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം അറിയുന്ന ഒരാളുടെ ഒപ്പമാണ് സഫ പോയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി അതിനുശേഷം മുൻപൊരിക്കൽ ഇതേ സഫ മെഹനാസിന്റെ ആദ്യ ഭാര്യയായിരുന്ന റിഫ, ആ ഒരു ലേഡിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതോടെ ഇങ്ങോട്ട് നോക്കാം. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട്. എനിക്ക് ഒരു കണ്ണീച്ചോരെ തോന്നുള്ള വെറുക്കാൻ വേണ്ടിയിട്ട്. കബറി പോയ ആളാണ്, മരിച്ച ആളാണ്, ഈ ലോകത്തില്ല, എന്നിട്ട് പോലും ഞാൻ വെറുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാരണം. അത്രയൊക്കെ കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം. ഒരു മനുഷ്യന് ഇങ്ങനൊന്നും ചേഞ്ച് ആക്കരുത്. അപ്പം നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്കുക. ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം മാന്യമായിട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും, നിങ്ങൾ എന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻറ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. ആ പടച്ചോനൊന്നുമല്ലത് പറയാം, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങൾ ഈ പറയണ വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും.
പിന്നെ ഇത്രയും നാൾ ഞാൻ കമന്റ്സിന് അങ്ങനെ റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമന്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ അറിയില്ല, എനിക്ക് കുറച്ച് മാന്യതുണ്ട്. കാരണം ആ ഉപ്പയും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അവരെനിക്ക് ഇത് മുമ്പ് സഫ മറ്റേ റിഫ എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ പേര് കാരണം ഇത്തരത്തിൽ ഒരുപാട് സൈബർ അറ്റാക്കും ബുള്ളിങ് ഒക്കെ കേൾക്കേണ്ടി വന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ ഇപ്പോൾ അന്ന് പറഞ്ഞേക്കുന്നത്. എന്താണെങ്കിലും അതിനെക്കാട്ടി വലിയ ഒരു ഇതിലോട്ടാണ് ഇപ്പോൾ പോയേക്കുന്നത്. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അവനൊരു കഴിവേറിയാണ് ഗൈസ്. നിങ്ങളും നമ്മളും ഒക്കെ ഇതുപോലെ മുരടിച്ചു പോകത്തേ ഉള്ളൂ. കാര്യം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഇഷ്ടം. എന്നാണെങ്കിലും നന്നായിട്ടുണ്ട്. എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.